ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, ഒരു ജനകീയ ഒരു ലീഡറായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്നും പറയുന്നു, ഞാൻ കാണുന്നത് ഒരു ലാസ്റ്റ് ഓഫ് എ ജനറേഷൻ. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതികദേഹം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനം തുടരുകയാണ്. പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ദർബാർ ഹാളിൽ എത്തിച്ചേർന്നു. ബാട്ടൺ ഹില്ലിലെ മകന്റെ വീട്ടിൽ നിന്ന് വിലാപയാത്രയോടെയായിരുന്നു ഭൗതിക ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും അന്തിമോപചാരം അർപ്പിച്ചു. വി.എസിനെ അവസാനമായി കാണാൻ ജനക്കൂട്ടം സെക്രട്ടേറിയറ്റിലേക്കും ഒഴുകിയെത്തി. ഉച്ചയ്ക്ക് ശേഷം വിലാപയാത്രയായി ദേശീയപാതയിലൂടെ കൊല്ലം വഴി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. വിവിധ സ്ഥലങ്ങളിലും പൊതുദർശനം അരങ്ങേറും. ഇന്ന് രാത്രി 9 പുന്നപ്ര പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലെത്തും. നാളെ രാവിലെ 9 മുതൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10 മുതൽ ആലപ്പുഴ കടപ്പുറത്തെ റീക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും. ഉച്ചകഴിഞ്ഞ് 3-ന് വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ വി.എസിനെ സംസ്കാരം നൽകും. വി.എസ്. അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി സർക്കാർ ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചു. വി.എസിന് അന്തിമോപചാരം അർപ്പിച്ച് പ്രമുഖരാണ് ഇന്ന് ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്തിയത്. ഗവർണർ രാജേന്ദ്ര ആലേർക്കർ, വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ M.A. യൂസഫ് അലി, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ദർബാർ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഇന്നലെയും പറഞ്ഞു, ഇനിയും പറഞ്ഞു, സങ്കടം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, ഒരു ജനകീയ ഒരു ലീഡറായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്നും പറയുന്നു, ഞാൻ കാണുന്നത് ഒരു ലാസ്റ്റ് ഓഫ് എ ജനറേഷൻ. ഒരു സ്റ്റേറ്റ്സ്മാൻ പോളിറ്റിക്സിന്റെ ഒരു ലാസ്റ്റ് ഒരു ജനറേഷൻ ഒരു ലീഡറായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് മകനെ കണ്ടിരുന്നു. കുറച്ചു കാലമായിട്ട് സുഖമില്ലാന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഓൺട്രപ്രണറിന്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിനെ കണ്ട് മുട്ടിയായിരുന്നു. വളരെ ഞാൻ അന്ന് കണ്ടപ്പോൾ ഒരു ഇൻസ്പയറിംഗ് ലീഡറായിട്ട് അന്ന് കണ്ടു, ഇന്ന് കാണുന്നു. ഇതെല്ലാം കേരളത്തിന് വലിയൊരു ലോസാണ്, രാഷ്ട്രത്തിന് വലിയൊരു ലോസാണെന്ന് ഞാൻ പറഞ്ഞു. പാർട്ടി നോക്കാതെ അദ്ദേഹത്തെ എല്ലാവരും സ്നേഹിച്ചുവെന്നും അങ്ങനെയുള്ള മനുഷ്യർ അപൂർവമാണെന്നും ഗവർണർ പറഞ്ഞു. മഴയും പ്രതികൂല കാലാവസ്ഥയും മറികടന്ന് നിരവധി പേരാണ് തങ്ങളുടെ പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച വൈകിട്ടോടെയായിരുന്നു വി.എസിന്റെ അന്ത്യം. വി.എസ്. അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ സർക്കാർ 22 മുതൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും ചൊവ്വാഴ്ച പൊതു അവധിയും പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള. ഫേസിങ്ങനെ നടുവിൽ കാണാൻ കഴിഞ്ഞു. ഇതെല്ലാവർക്കും തലയുടെ ഭാഗം ഇവിടെ വന്നു. ഫ്രീസർ വെച്ച് ഫ്രീസർ പിടിക്കും. ഇത് അങ്ങോട്ട് അതിൻ്റെ ഫ്രീസറിൻ്റെ മേൽവശം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ തല കറക്റ്റായിട്ട് വരും.
തല കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയാൽ ആ ഇരിക്കുന്ന ഫ്രീസർ അവിടെ ഇരിക്കുന്നത് സൈഡിൽ ഗ്ലാസ് വരും. ഇപ്പോൾ ഉരുണ്ട ഗ്ലാസ് വരും ഇതിനകത്ത്. ഫ്രീസർ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. തണുപ്പ്